കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒരിക്കൽ കൂടി രോമാഞ്ചപ്പെടുത്തിയ മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കൂടി ഇവിടെ തീർന്നിരിക്കുകയാണ്. അതെ, ഇന്നലെയായിരുന്നു കേരളവും പഞ്ചാബും ഏറ്റുമുട്ടിയ മത്സരം നടന്നത്. തീർത്തും പറഞ്ഞാൽ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ആവേശപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു അത്. ആ മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ മത്സരത്തിലെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് അത്രയ്ക്ക് ഉറപ്പുള്ളതും അത്രയ്ക്ക് ആവശ്യമുള്ളതുമായിരുന്നു. കാരണം അതിൻ്റെ മുൻപുള്ള 2 കളികൾ നോക്കാം. ചെന്നൈയോട് 3-3 സമനില, പിന്നീട് ഗോവയോട് 1-0 തോൽവി. അതെ, തീർത്തും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഓരോ നിമിഷങ്ങളായിരുന്നു കടന്നു പോയിക്കൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിലെ വിജയം അവർക്ക് അത്രയും അത്യാവശ്യവുമായിരുന്നു. അതെ, പഞ്ചാബ് എഫ്സിയുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം അങ്ങനെ ആരംഭിക്കുന്നു. ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു കളി നടന്നിരുന്നത്. ആൻഡ്രിയ ലൂന കളത്തിലില്ല എന്ന വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരുന്നു ആ മത്സരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങിയിരുന്നത്. അവസാന മത്സരത്തിലെ നിരാശ തോൽവിക്ക് ശേഷം ആ മത്സരത്തിൽ വിജയിക്കാൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ആക്രമണം നടത്തി. ആദ്യ പുതിയ അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയിട്ടില്ലായിരുന്നു. മത്സരം സമനിലയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി നിമിഷങ്ങൾക്കകം അതെ 51-ാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കുന്നു. കിക്കെടുക്കാൻ വരുന്നതാണെങ്കിലോ ഡിമിട്രിയോസ്. അതെ, ഇതിനു മുമ്പ് 4 ഗോളുകൾ ഈ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. 14 ഗോളുകൾ ടോട്ടൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിയിട്ടുണ്ട്. ആ ഗോൾ കൂടെ ആ പെനാൽറ്റി കൂടി ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നതിലൂടെ വീണ്ടും ഡിമിട്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനാവുക തന്നെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഡിമിട്രിയോസിലൂടെ ആ മത്സരത്തിലെ ആദ്യത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നു. പിന്നീട് ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ സാധിക്കുന്നില്ല. ഇരു ടീം ശക്തമായി തന്നെ കളിക്കുന്നു. മത്സരത്തിന്റെ അവസാന റിസൾട്ടിൽ 1-0 സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ആ മത്സരത്തിൽ വിജയിക്കുന്നു. പഞ്ചാബ് എഫ്സിയെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട്